ആനയുടെ അടുത്തേക്ക് ലോറിക്ക് എത്താനായിട്ട് JCB വഴിവെട്ടി തുടങ്ങിയല്ലേ? എത്ര മീറ്റർ ദൂരം ഉണ്ടാകും ഇപ്പോൾ ഈ വഴിവെട്ട? എത്ര മീറ്റർ ദൂരത്തിൽ വഴി ക്ലിയർ ചെയ്യണം JCB കൊണ്ട്? കാരണം ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. ആനയുടെ ആരോഗ്യനില സംബന്ധിച്ചായാലും ആന മയങ്ങി വീണ് കിടക്കുകയാണ്. ആനയെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വരുന്ന നിമിഷങ്ങൾ ഒന്നും പാഴാക്കാനില്ലാതെ നിർണായക നിമിഷങ്ങൾ തന്നെയാണ്. എത്ര പെട്ടെന്ന് ആ ആനയിലേക്ക് എത്താനുള്ള വഴി വെട്ടാൻ ഒരുങ്ങും? മനു, വിനീഷ, തീർച്ചയായും അതായത് ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏറെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം ആനയെ അധികം സമയം ഇവിടെ മയങ്ങി വീണ ആനയെ അവിടെ അങ്ങനെ കിടക്കാൻ അനുവദിക്കാനും കഴിയില്ല. ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, ആനയെ എഴുന്നേൽപ്പിച്ചാൽ വളരെ വേഗം തന്നെ ലോറിയിൽ കയറ്റണം. ഈ നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു റോഡാണുള്ളത്, ടാർ ചെയ്ത റോഡുണ്ട്. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എണ്ണപ്പന തോട്ടത്തിലുള്ള റോഡാണ്. ഈ റോഡിൽ നിന്നും ഒരു 200 മീറ്ററോളം വലതുവശത്ത് അല്പം ഉയരത്തിലേക്ക് മാറിയാണ് നിലവിൽ ആന ഉള്ളത്. ആ ഭാഗത്തേക്ക് ഒരു റോഡ് ശരിയാക്കുക എന്നാണ്. കാരണം ഈ കുന്നിൻ ചെരുവാണത്, ഉയർന്ന പ്രദേശത്ത് തോട്ടത്തിന് മുകളിലേക്കുള്ള ഭാഗം. അവിടെ നടന്നു കയറാൻ തന്നെ പ്രയാസമുള്ളൊരു സ്ഥലമാണ്. അവിടേക്ക് ഈ JCB ഉപയോഗിച്ച് റോഡ് നിരപ്പാക്കി അവിടേക്ക് ആ ലോറി ആന കയറ്റാൻ ആനയെ കയറ്റാൻ കഴിയുന്ന രീതിയിൽ ലോറി ആനയ്ക്ക് അടുത്തേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ദൗത്യം. കാരണം ആനയെ അവിടെ നിന്ന് ഇനി മറ്റൊരിടത്തേക്ക് നീക്കുക എന്നത് എളുപ്പമല്ല. അതേസമയം മയങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആനയെ നടത്താൻ കഴിയുമായിരുന്നു. അങ്ങനെ അതൊക്കെ ശ്രമമാണ്. കാരണം അതൊരു ദുഷ്കരമായ ശ്രമമാണ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആനയുടെ ആരോഗ്യസ്ഥിതി കൊണ്ടും തന്നെയുമല്ല, ഈ മയക്കുവെടി ഏറ്റതിൻ്റെ ഈ മരുന്നിൻ്റെ മയക്കം വിട്ടുമാറുന്നതിന് മുൻപ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം. ആനയെ ലോറിയിൽ കയറ്റേണ്ടതുണ്ട്. അത് ആണ് ഇനി ബാക്കിയുള്ളത്. അത് എത്രയും വേഗം നടപ്പാക്കുക എന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെല്ലാം നേരത്തെ തന്നെ ഇവിടെ തയ്യാറാക്കി നിർത്തിയിരുന്നത്. RRT സംഘം റെഡിയാണ്. പോലീസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ആവശ്യമായ പോലീസ് ഉദ്യോഗസ്ഥർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, RRT സംഘം എല്ലാവരും റെഡിയാണ്. എല്ലാവരും തയ്യാറായി തന്നെ ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 മണി മുതൽ ദൗത്യം ആരംഭിക്കുകയും വളരെ വേഗം, പക്ഷേ അനുകൂലമായ സ്ഥലത്തേക്ക് ആനയെ കിട്ടിയത് കൊണ്ടും വളരെ പെട്ടെന്ന് ഇത് സാധ്യമാവുകയും ചെയ്തു. വെളിച്ചമായി വരുമ്പോഴേക്കും തന്നെ കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. തുടർന്ന് വളരെ വേഗം ആനയെ ഡാർട്ട് ചെയ്തു. ആകെ ഒരു ചെറിയൊരു പ്രതിസന്ധി ആ സമയത്തുണ്ടായിരുന്നത് ഒപ്പം ഉണ്ടായിരുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന ആനയാണ്. അത് ഇരുവരും കുറച്ച് നാളായി വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളായി മാറിയ ആനകളാണ്. അങ്ങനെ ഉറ്റ കൂട്ടുകാരനെ വിട്ടുപോകാൻ ഗണപതി തയ്യാറില്ലായിരുന്നു. കാരണം ആന മയങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊരു തോന്നൽ മറ്റേ ആനയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആനയെ വിട്ടുപോകാതെ മാറിപ്പോകാതെ നിൽക്കുകയായിരുന്നു. ആന മയങ്ങി വീഴുന്നൊരു സ്ഥിതി. ആന മയങ്ങി വീണപ്പോഴാണ് ഏഴാറ്റുമുഖം ഗണപതിയെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചത്. അതിനുശേഷം ആന നീങ്ങിപ്പോവുകയും ചെയ്തു. തുടർന്നാണ് കുങ്കി ആനകളെ കൊണ്ടുവന്ന് ഈ ആനയ്ക്ക് ചുറ്റും നിർത്തിയത്. അതിനുശേഷം ഇപ്പോൾ ആന കിടക്കുന്ന സ്ഥലത്തേക്ക്, കിടക്കുന്ന സ്ഥലത്തേക്ക് വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നു, വഴി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ആനയ്ക്ക് അടുത്തേക്ക് JCB എത്താറായിട്ടുണ്ട്. ഇനി അധികം സ്ഥലമില്ല. കാരണം ഒന്ന് ലെവൽ ചെയ്താൽ ആ ലോറി അവിടേക്ക് എത്തിക്കുകയും വളരെ വേഗം തന്നെ ഈ ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള ഒരു ശ്രമം, അതിൻ്റെ ഭാഗമായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ആ റോഡ് വഴി ശരിയായി കഴിഞ്ഞാൽ, അതായത് ഈ ടാറിട്ട റോഡിൽ നിന്നും ആന കിടക്കുന്ന ഭാഗം വരെ ഒരു ലോറി ഓടിച്ചു കയറ്റാവുന്ന രീതിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഉള്ള ഒരു സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ അടുത്തത് ആനയെ ലോറിയിലേക്ക് കയറ്റുക എന്ന ദൗത്യമായിരിക്കും. ഇതിനായുള്ള ശ്രമങ്ങൾ ഇതിൽ പ്രധാനമായി ഇനി വരാനുള്ള 2 കാര്യങ്ങൾ മനു. ഒന്ന്, ആനയുടെ ആരോഗ്യനില അവശ നിലയിലാണ്. മയക്കുവെടി ഏറ്റ് മയങ്ങി വീണ് കിടക്കുന്ന ആനയാണ്. അതിനെ എങ്ങനെയാണ് ലോറിയിലേക്ക് കയറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ആന മയങ്ങി കിടക്കുന്നതിന് സമീപത്തേക്കാണ് മറ്റേ ആന ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആന കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എണ്ണപ്പനകൾക്കിടയിലാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിനിഷ, എങ്ങനെ ഈ ആനയെ ലോറിയിലേക്ക് കയറ്റും എന്നതാണ്. കാരണം സാധാരണഗതിയിൽ ആന മയക്കുവെടി ഏറ്റാൽ നിൽക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടെ ആരോഗ്യസ്ഥിതി വെടിവെച്ചപ്പോൾ നമ്മൾ കണ്ടതാണ് അനങ്ങാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ആ നിലയിലല്ല ഇപ്പം നിലവിൽ. അതൊന്നാമത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. ഒരു മയക്കുവെടി താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ നിലത്തേക്ക് വീണുപോയത്. ആ നിലത്തേക്ക് വീണുപോയ ആനയെ എങ്ങനെ ലോറിയിൽ കയറ്റാൻ കഴിയും? അതിന്റെ പ്ലാൻ എന്താണെന്നാണ് നമുക്കറിയേണ്ടതല്ലേ. മറ്റൊരു കാര്യം, ഈ പറഞ്ഞല്ലോ, തിയോഫിൻ പറഞ്ഞു ഏഴാറ്റുമുഖം ഗണപതിയായിട്ടുള്ള സൗഹൃദത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. തിരിച്ചു വരാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്ത് എത്രയും പെട്ടെന്ന് മയക്കുവെടിയേറ്റ് വീണ ആനയെ മാറ്റുക എന്നുള്ളത് തന്നെ ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഇനി ഏറ്റവും വലിയ ടാസ്കായി ഇവരുടെ മുന്നിലുള്ളത്. ശരി തിയോഫിൻ,
ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ റോഡ് അങ്ങോട്ടേക്ക് വെട്ടി ഏകദേശം തീരാറായിരിക്കുന്നു. ഇനി ഈ ആനയെ വീണ് കിടക്കുന്ന ആനയെ ലോറിയിൽ കയറ്റുക എന്ന് ഡോക്ടർ അരുൺ സക്രേനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ. വീണ് കിടക്കുന്ന ആനയെ ലോറിയിൽ കയറ്റുക എന്നതാണ്. അതിന് എന്ത് സംവിധാനങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്? നേരത്തെ റെസ്ക്യൂ ബെൽറ്റിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. കെട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ അതെ അതെ, അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം. ദൃശ്യങ്ങൾ കണ്ടു. തിയോഫിൻ, മനു, സാധാരണ രീതിയിൽ ഒരു ആനയെ ഇത്തരത്തിലൊരു സൗകര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായാൽ ചെയ്യുന്നത്, മയങ്ങി നിൽക്കുന്ന ആനയാണെങ്കിൽ നമുക്കത് വലിയ പ്രയാസമില്ല. നടന്നു പോകാൻ ആനയെ, അതായത് കുങ്കിയാനകളെ വശങ്ങളിൽ നിന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ആന നടന്നു പോകും. പക്ഷേ ലോറിയിൽ കയറ്റുന്ന അല്പം കൂടി പ്രയാസമുള്ളൊരു ദൗത്യമാണ് സാധാരണഗതിയിൽ, അത് നിൽക്കുന്ന ആനയാണെങ്കിൽ പോലും. അപ്പോൾ സാധാരണ ചെയ്യാറുള്ളത് കുങ്കിയാനകൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് കുങ്കിയാനകളെ ഉപയോഗിച്ച് പുറകിൽ നിന്ന് തള്ളി, ഒരു പക്ഷേ JCB അല്ലെങ്കിൽ ക്രെയിനോ ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ ഒരു റെസ്ക്യൂ ബെൽറ്റ് ഘടിപ്പിച്ച് ആനയെ വലിച്ച് പതിയെ ലോറിയിലേക്ക് കയറ്റുന്ന രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ആ ദൗത്യം അല്പം കൂടി ദുഷ്കരമായി മാറിയിരിക്കുന്നു. അതിന് കാരണം ആന മയങ്ങി വീണു എന്നതാണ്. കാരണം ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് ആനയ്ക്ക് മരുന്ന് കൂട്ടിയിട്ടുണ്ട്. മനു, തുടരാം. ശരി ശരി തിയോഫിൻ. ഏതായാലും ഞാൻ തിയോഫിനിലേക്ക് തിരികെ വരാം. അല്പസമയത്തിനകം തന്നെ ഈ ആനയെ വാഹനത്തിലേക്ക് കയറ്റുന്നതിനുള്ള ദൗത്യത്തിലേക്ക് നമ്മൾ കിടക്കും. ആ സമയത്താണ് ഇനി ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നേരത്തെ വിനിഷ പറഞ്ഞതുപോലെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന അതിൻ്റെ കൂട്ടുകാരനായ ആനയുണ്ട്. അത് ഏത് നിമിഷം വേണമെങ്കിലും തിരികെ വരാം. കാരണം നമുക്ക് ആ മൃഗങ്ങളുടെ സ്വഭാവമൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ അടക്കം ഒരു നിശ്ചിത ദൂരത്തിനപ്പുറം തടഞ്ഞിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അതും ഒരു ആശങ്ക തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ വാർത്തയിലേക്ക് പോകണം.